വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ കുറെ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടില്ലേ, ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി. അപ്പൊ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എന്റെ പേര് അഞ്ജലി. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറെ ആയി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്. അപ്പൊ ഇന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഏകദേശം നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. ഇതേ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, സെയിം ഈ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ടോണറിന്റെയും ഫേസ് വാഷിന്റെയും കുറിച്ചിട്ടുള്ളത്. ടോണർ എനിക്ക് തോന്നുന്നു കുറെ പേര് നല്ല കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കുറെ പേര് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പ്രൊഡക്റ്റിന്റെ സിറം എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോ എന്താണെന്നുള്ളതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫുൾ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള 3 പ്രൊഡക്ട്സും വന്നിട്ട് സെയിം ബ്രാൻഡിനാണ്. മോംസ്കോന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഫേസ് വാഷും ഫേസ് ടോണറും ഫേസ് സിറമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ സിമ്പിൾ സ്കിൻ കെയർ ചെയ്യുന്നത്. ഇതിലെങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തത് നമ്മുടെ ഫേസ് വാഷാണ്. ഇത് ഗ്രീൻ ടീന്റെ ഫേസ് വാഷാണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് കുറച്ചേ ഉള്ളൂ, അതായത് 20 ml മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവും. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ആക്നെയൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അലോവേറ ജെല്ല്. പക്ഷെ ഇതിൽ എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ ഞാൻ ടോണറിന്റെ കൂടെ ഉപയോഗിച്ച കുറച്ച് ഫേസ് വാഷ് കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയാണ് ഫേസ് വാഷ്. അധികം നമുക്കൊരു വീക്ക് കൂടിപ്പോയാൽ രാവിലെ നമ്മൾ രാത്രിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4 ദിവസം തന്നെ യൂസ് ചെയ്യാനുള്ളൂ. പിന്നെ പിശുക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു 1 വീക്കൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. പക്ഷെ നല്ലതാണ്, നന്നായി ക്ലീൻ ചെയ്യും നമ്മുടെ ഫേസ്. അതുപോലെ ഓയിലൊക്കെ നന്നായി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നൈസ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബാക്കിൽ ഹൗ ടു യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വായിച്ചു നോക്കുക അത് വാങ്ങുമ്പോൾ. അതായത് വെറ്റ് ഫേസിൽ നമ്മളൊരു കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫേസ് ടോണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ സിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു ജൂൺ ടൈമിൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ സ്റ്റിൽ ജനുവരി ആയില്ലേ, എന്നിട്ടും ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 200 ml ആണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രോപ്സ് കയ്യിലെടുത്തിട്ട് ഞാനിങ്ങനെ ഫേസിൽ പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഒരു കോട്ടൺ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫേസ് സിറം ആണ്. ഇതൊരു വൈറ്റ് ലിക്വിഡാണ്. ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഓയിൽ ടൈപ്പോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് ചെറിയൊരു സ്മെല്ല, കുറച്ച് കട്ടിയുള്ള ഒരു ലിക്വിഡാണ്. ഇത് ഞാൻ ഫേസിൽ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് കൊടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഫുൾ ഫേസിൽ ഞാൻ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതല്ല നിങ്ങൾ കയ്യിലെടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. നമ്മുടെ നേരത്തെ ടോണർ ചെയ്ത പോലെ ആയാലും മതി. ഞാൻ പക്ഷെ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് ചെയ്യാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചിലവർക്ക് ബേണിംഗ് പോലെയൊക്കെ ഉണ്ട് ഫസ്റ്റ് ടൈം എന്ന് കേട്ടു. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി മാത്രം യൂസ് ചെയ്യുക. എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇതുവരെ ഫേസിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലർ പറയുന്നുണ്ട് തൊട്ടും നല്ലതല്ല, ചിലർ പറയുന്നുണ്ട് നല്ലതാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫേസ് സിറം വന്നിട്ട് നമ്മുടെ വൈറ്റമിൻ സി, B3, B5, വൈറ്റമിൻ ഇ എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നെ റിപ്പയർ ചെയ്യാനും ബ്രൈറ്റ്നസ് കൂട്ടാനും ഈ പിഗ്മെന്റേഷൻ മാറ്റാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഫേസിൽ സൺ ടാനൊക്കെ അടിച്ചിട്ട് ആകെ ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ മാറ്റാൻ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഫേസിൽ വരുന്ന ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ മാറ്റാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ പോൺസിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ഡ്രോപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഞാനിപ്പോൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പൊതുവേ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. ഈ ഒരു റൂട്ടീൻ ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞ് സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് എന്റെ സ്കിൻ കെയർ. പൊതുവെ ഞാനിത് ഡെയിലി പുറത്ത് പോകുമ്പോഴാണ് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് കുറച്ച് മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യാറ്. പൊതുവെ പുറത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴൊക്കെ ഈ റൂട്ടീനാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇത് രാത്രിയും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്, ഞാൻ രാത്രി സമയം യൂസ് ചെയ്യാറില്ല, മോർണിംഗ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റ്സ് ഇങ്ങനെ പറയുന്നതിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് ഫേസ് നന്നായിട്ട് ബേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ഇവിടെ ബേൺ ചെയ്തിട്ടോ, പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി, അതുകൊണ്ട് ഞാൻ ഡെയിലി അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഒന്നും സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. റിസ്ക് എടുത്ത് ഞാൻ ചെയ്യണമെന്ന് പറയില്ല, എന്നാലും എനിക്ക് പേഴ്സണലി വലിയ കുഴപ്പമൊന്നുമില്ല, എന്റെ ഫേസിനും വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വെറും ഒരു മിനിറ്റ് മതി നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.